ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ കുറച്ച് പേർക്കെങ്കിലും അവരുടെ പേയ്മെൻറ്റ് കറക്റ്റായി എത്താത്തൊരു പ്രശ്നമെല്ലാം കാണുന്നുണ്ട്. ചില ആളുകൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ പേയ്മെൻറ്റ് അക്കൗണ്ട് ക്ലോസ്ഡ് എന്നൊരു മെസ്സേജ് എല്ലാം കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പേയ്മെൻറ്റ് അക്കൗണ്ട് ക്ലോസ്ഡ് എന്നെല്ലാം കാണിക്കുന്നത്? ഇത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. ആദ്യമായി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കറക്റ്റായി കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അതായത് നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾ പാൻ കാർഡ് അതുപോലെ ആധാർ കാർഡ് ഇങ്ങനെ വേണ്ട ഡോക്യുമെൻ്റ് എല്ലാം കറക്റ്റായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ലേ എന്നെല്ലാം കൺഫേം ചെയ്യുക. അതായത് ഇതെല്ലാം ഉറപ്പിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ ബാങ്കിന് വേണ്ട പാൻ കാർഡ് മറ്റു ഡീറ്റെയിൽ എല്ലാം തന്നെ നിങ്ങൾ കറക്റ്റായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു അക്കൗണ്ട് എല്ലാം തന്നെ ഇത് ഇനാക്റ്റീവ് ആകാനെല്ലാം കാരണമാകും. അതിനാൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് കറക്റ്റായി ആക്റ്റീവ് അല്ലേ എന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം. ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ബാങ്ക് അക്കൗണ്ട് എല്ലാം തന്നെ ഇത് കറക്റ്റായി വർക്ക് ആകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് ഇത് കറക്റ്റായി ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് പുതിയ ഒരു അക്കൗണ്ട് എല്ലാം കൊടുത്ത് ഇത് ആക്ടിവേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ഇൻഫോ എന്നൊരു ടാബ് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയായി മാനേജ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ മാനേജ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ പ്രൈമറി അക്കൗണ്ട് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ചില ആളുകൾക്ക് ഇത് അക്കൗണ്ട് ക്ലോസ്ഡ് എന്നെല്ലാം വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു ബാങ്ക് അക്കൗണ്ട് എല്ലാം കൊടുക്കണമെങ്കിൽ ഇതിനുള്ള ഓപ്ഷനാണ് ഇവിടെ പറയുന്നത്. ഇതിന് ഇവിടെ അടുത്ത് തന്നെ വന്നിരിക്കുന്ന ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നതിലാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ ബാങ്ക് നെയിം, IFSC കോഡ്, അതുപോലെ ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡ്, സ്വിഫ്റ്റ് ബിഗ് കോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് ഇത് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടാലാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മുടെ ബ്രാഞ്ചിൽ പോയതിന് ശേഷം നിങ്ങൾ ഏത് ബാങ്കാണോ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ബ്രാഞ്ചിൽ പോയതിന് ശേഷം അവിടുത്തെ സ്വിഫ്റ്റ് കോഡ് നിങ്ങൾ അവരോട് കറക്റ്റായി ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം അതും നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങളിവിടെ അക്കൗണ്ട് നമ്പർ അതുപോലെ വീണ്ടും നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒരു തവണ കൂടി റീ എൻ്റർ ചെയ്തതിന് ശേഷം ഇത് സേവ് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ ഇവിടെ സെറ്റ് ആസ് പ്രൈമറി പേയ്മെൻറ്റ് മെത്തേഡ് എന്നത് ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾഡായി കൊടുത്തിരിക്കുന്ന ആ പേയ്മെൻറ്റ് മെത്തേഡ് എല്ലാം മാറി ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു അക്കൗണ്ട് ആയിരിക്കും നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡായി ആഡ് ആകുന്നത്. അതിനാൽ തന്നെ ഇതിനു ശേഷം നിങ്ങളുടെ ആഡ്സെൻസിൽ വരുന്ന വരുമാനമെല്ലാം തന്നെ നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രൈമറി പേയ്മെൻറ്റ് മെത്തേഡ് അക്കൗണ്ടിലേക്കാണ് വരിക. അതിനാൽ തന്നെ ഇത്രയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സേവ് എന്ന് കൊടുക്കുക. ഇത്തരത്തിലെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കൊടുക്കുന്ന അക്കൗണ്ട് ഇത് ആക്റ്റീവ് അല്ലേ എന്ന് നിങ്ങൾ ബാങ്കിൽ പോയതിന് ശേഷം ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ ബാങ്കിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ കറക്റ്റായി KYC എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇത് ആക്റ്റീവ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ക്ലോസ് ആവുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഈ ആഡ്സെൻസിൽ നിന്നുള്ള വരുമാനമൊന്നും അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് എല്ലാം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ആഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്